ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമുള്ള നാമം ഈ അനുഗ്രഹീതമായ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ ആത്മീക സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ വി.പി. തോമസ് അവറുകൾ, ഇവിടെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് ദൈവത്താൽ നിയോഗിതനും കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ തോമസ് ടൈറ്റസ് അവറുകൾ, വിശേഷിച്ച് ഇവിടെയുള്ള ദൈവസഭയുടെയും മല്ലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എം ജ്യോതി ഗോസ്പൽ ടീമിൻ്റെയും ഇവിടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണല്ലോ ഈ ഒരു ആത്മീക മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ വിവിധ ഇടങ്ങളിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്യുവാൻ ഇവിടെയുള്ള ദൈവസഭയ്ക്കും ഈ പ്രവർത്തക സംഘത്തിനുമൊക്കെ കർത്താവ് സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വിശേഷാൽ എം ജ്യോതി ഗോസ്പൽ ടീമിന് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ മാത്യു മല്ലശ്ശേരി അവറുകൾ, ഇവിടെ ഞങ്ങളോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന ഒട്ടനവധി ദൈവദാസന്മാരുണ്ട്. വിശേഷാൽ ഞങ്ങളുടെ ടീം പ്രവർത്തകരുടെ ഭാഗവാക്കുകളായിരിക്കുന്ന പലയിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയും അതോടൊപ്പം ശുശ്രൂഷയ്ക്ക് ഈ ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കുകയും കൂടി ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ പാസ്റ്റർ റജി കുമ്പഴ, പാസ്റ്റർ ജെറോം, വിശേഷിച്ച് അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ സേവ്യർ സാറ്, പാസ്റ്റർ മനോജ് വയനാട് എന്നിവരെയൊക്കെ ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. വിശേഷിച്ച് എനിക്ക് ഈ ശുശ്രൂഷയിൽ ഈ പുൽപ്പറ്റിൽ എന്നോടൊപ്പം ഇവിടെ ആഗതരായിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായ കർത്തദാസന്മാർ, എല്ലാവരുടെയും പേരുകൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരുടെയും പേരുകൾ അറിയുകയുമില്ല. എങ്കിലും സമയത്തിന് ചുരുക്കം കൊണ്ട് അവയൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റവാക്കിൽ പ്രായം കൊണ്ട് പക്വതയും പരിചയം കൊണ്ട് പരിജ്ഞാനവും അനുഭവങ്ങൾ കൊണ്ട് ഏറിട്ട അറിവും സമ്പത്തുമുള്ള എന്നെക്കാട്ടിലും അധികായകരായ അനുഗ്രഹീതരായ കർത്തദാസന്മാർ വേദിയിലും സദസ്സിലുമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിശേഷാൽ അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ നിർവഹിച്ച ഇവിടെയുള്ള ദൈവസഭയുടെയും സെൻട്രലിലെയും ഒക്കെ അനുഗ്രഹീതരായ സഹോദരങ്ങൾ, വിശേഷിച്ച് ശബ്ദവും വെളിച്ചമൊക്കെ നന്നായിട്ട് ക്രമീകരിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, പ്രാർത്ഥനയോടെ വളരെ സ്നേഹാദരവുകളോടെ ഈ മീറ്റിംഗിൽ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ചെത്തപ്പെട്ടിരിക്കുന്ന വിശ്വാസി സമൂഹങ്ങൾ, ഈ ശബ്ദപരിധിയിൽ അങ്ങകലെ അടുത്തും ദൂരത്തും ചാരത്തും ഒക്കെയായി ഇരുന്നുകൊണ്ട് ഈ ശബ്ദപരിധിയുടെ ശ്രവണപരിധിയിൽ ഞങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന വിവിധ മതദർശനങ്ങൾ വിശ്വസിക്കുന്ന ബഹുമാന്യരായ മതേതര സുഹൃത്തുക്കൾ, എല്ലാവർക്കും ധന്യനും അതിനും ആരാധനും വീണ്ടും ആഗമിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ പവിത്ര നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നീണ്ട മുഖവരകളിലേക്ക് പോകാതെ തിരുവചനത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിരുവചന ചിന്തകൾക്ക് ആധാരമായി ഒരു വേദസൂക്തം വായിക്കാം. 2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് സഹായിക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത് വാക്യവും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത് വാക്യം കൂടി ഒന്ന് ഉച്ചഭാഷണിയുടെ സഹായത്തോടെ വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ ഉറക്കെ ആരെങ്കിലും വായിച്ചാൽ ഒരു അനുഗ്രഹീതമായിരുന്നു. ഓരോരുത്തൻ താന്റെ ചുമട് ചുമക്കുമല്ലോ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത് വാക്യം കൂടി. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. ഈ അനുഗ്രഹീതമായ 2 വാക്യങ്ങൾക്കായി ഞാൻ കർത്താവിന്റെ മഹത്വം അർപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ വേദവാക്യ സൂക്തങ്ങളാണ് നാം വായിച്ച് കേട്ടത്. തിരുവചന പ്രഘോഷണത്തിന് ഏറെ പ്രാധാന്യം നിങ്ങൾ ഏവരും നൽകുന്നുണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. തുടർന്ന് വിശേഷിച്ച് ഇതൊരു സുവിശേഷ യോഗമാകയാൽ ഈ ശബ്ദപരിധിയിൽ എന്നെ വീക്ഷിക്കുന്ന മാന്യനായ സഹോദര മിത്രങ്ങളോടാണ് എനിക്ക് കൂടുതൽ സംവദിക്കാനുള്ളത്. അപ്പോൾ തന്നെ ഇവിടെ കൂടപ്പെട്ട നിങ്ങൾക്കും ആവശ്യമുള്ളത് നൽകി തരാൻ ദൈവം ശക്തനാണ്. അത് വിശ്വസിക്കുന്നവരാ കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആ ഉയർത്തിയ കരത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ 2 വാക്യഭാഗങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 5:18 വാക്യത്തിൽ നാം വായിച്ചത്, ചില ആളുകൾ കൂടി പക്ഷപാതക്കാരെ എടുത്തുകൊണ്ട് വന്നു. വളരെ അനുഗ്രഹീതമായ 2 വേദവാക്യ ഭാഗങ്ങളാണെങ്കിലും ചിന്തകൾ വിശാലമാണ്, ആത്മീയ ആഴങ്ങൾ അതിനെക്കാട്ടിലും വിശാലമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വചനം നമ്മോട് സംസാരിക്കേണ്ടതിനായി. ഈ ദേശത്തോട്, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ബഹുമാനരായ പ്രബുദ്ധരായ ജനതയോട് ദൈവം ഈ ശബ്ദത്തിൽ കൂടി, ഈ സന്ദേശത്തിൽ കൂടി ദൈവം അവരോട് ഇടപെടേണ്ടതിനായി, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം അറിയിപ്പാൻ നമ്മെ ഒരുമിച്ച് ബലപ്പെടുത്തേണ്ടതിനായി ഒരു നിമിഷം നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. സർവശക്തനായ ദൈവത്തിന്, സർവാരാധ്യനായ ദൈവത്തിന്, ആത്മനാഥന്, അരുമരക്ഷകന്, നമ്മുടെ ആത്മമിത്രത്തിന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുകരങ്ങളിൽ ഈ വാക്യഭാഗങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. മഹത്വം അങ്ങേക്ക്. അരുമരക്ഷകൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അരുമനാഥൻ അരുമയോടെ കേട്ടുത്തരം വള്ളുമാറാകണമേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദവാക്യത്തിനായി ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിന്റെ പാവനപുണ്യ പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഈടുറ്റ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ, ഈ സനാതനമായ, ഈ സക്രിയമായ, ഈ സഫലമായ സന്ദേശത്തെ നിങ്ങളോട് വിളംബരം ചെയ്യുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കട്ടെ. പണ്ഡിതവരേഖിതാകുന്ന പൗലോസ് ലിഖിയുടെ ഉജ്ജ്വലമായ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തെ പറ്റിയും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് ഒരുപക്ഷെ വിശ്വാസി സമൂഹങ്ങൾക്ക് അറിയാം. എങ്കിൽ തന്നെയും ദൈവവചനത്തിന് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ട് എല്ലാ ഭാഗങ്ങളെയും വിസ്താര ഭയത്തെ മുൻനിർത്തിക്കൊണ്ടും സമയം അധികം ലഭ്യമല്ലാത്തത് കൊണ്ടും തന്നെ എല്ലാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഗലാത്യ ലേഖനം എന്ന് മാത്രമല്ല, പൗലോസ് ലേഖിയുടെ വിവിധ വ്യത്യസ്ത ലേഖനങ്ങളെ പരിശോധിച്ചാൽ എല്ലാ ലേഖനങ്ങളിലും, വിവിധ ലേഖനങ്ങളിൽ വിശ്വാസത്താലുള്ള ഒരു നീതീകരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്, വിശ്വാസത്താലുള്ള നീതീകരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. വിശേഷിച്ച് ഗലാത്യ ലേഖനത്തെ പറ്റി ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ലിബർട്ടിംഗ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യത്തെ വിവക്ഷിക്കുകയാണ്. ഈ ലേഖന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. മറ്റ് ഏത് ലേഖനങ്ങളുടെയും തുടക്കം പരിശോധിച്ചാൽ ഒരുപിടി ആശംസകളും അനുമോദനങ്ങളും കൊണ്ട് തുടക്കം കുറിക്കുമ്പോൾ ഈ ലേഖനം ഒരുപിടി അനുമോദനങ്ങളും ആശംസകളുമല്ല, തികഞ്ഞ തർജ്ജനത്തോടെയാണ് തുടങ്ങുന്നത്. എങ്ങനെ തുടങ്ങുന്നു? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ഈ രാത്രി ഇവിടെ നിങ്ങൾക്കും ഞങ്ങൾ അരുളുന്ന സന്ദേശം മനുഷ്യനിൽ നിന്ന് പ്രാപിക്കപ്പെട്ട സന്ദേശമല്ല. മനുഷ്യനാൽ ഉരുത്തിരിഞ്ഞ് ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇങ്ങനെ ശൂന്യതയുടെ പരപ്പിലിരിക്കുമ്പോൾ മസ്തിഷ്കം ചൂടുപിടിച്ച് അങ്ങ് വല്ലാതെ ഉരുത്തിരിഞ്ഞ ആശയമല്ല ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മറിച്ച് ദൈവം തമ്പുരാൻ ലോക ജനതയോടും തന്നെ മാനവജാതിക്ക് വിളംബരം നൽകിയ ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് ഈ രാത്രിയിൽ നിങ്ങളോട് വിളംബരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഗലാത്യ ലേഖനത്തെ പറ്റി പറയുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ഗലാത്യർ 5:1 പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്നാണ് പറയുന്നത്. അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്ത തലങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ ഞാൻ അവിടേക്കും തുനിയുന്നില്ല. എന്റെ ശ്രദ്ധേയമായി ഞാൻ ഇന്ന് രാത്രിയും നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആ വിഷയഭാഗത്തേക്കും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്റെ വിശ്വാസി സമൂഹങ്ങളെ, നാം അറിയേണ്ട കാര്യം, പൗലോസ് ഒരു തർജ്ജന ലേഖനത്തോടെ, ആത്മശാസനയോടെ എഴുതുന്ന ഒരു അനുഗ്രഹീതമായ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഈ ലേഖനം വളരെ ശ്രദ്ധേയമാണെങ്കിൽ തന്നെയും ഗലാത്യർ 1:6 പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറിയുന്നത് കണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആശ്ചര്യപ്പെടുന്നു എന്നാണ്. വിളിച്ച ദൈവത്തെ വിട്ടിട്ട് മറ്റൊരിടത്തേക്ക് കടപുഴകി വീടുന്ന ഒരു കൂട്ടം ജനസമൂഹത്തെ കണ്ടിട്ട്, ആ പ്രാദേശിക ഇടത്തെ കണ്ടെന്ന് മാത്രമല്ല, ഇന്നും ജീവിക്കുന്ന ഒരുപിടി സമൂഹത്തെ കണ്ടിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാലാണ്
നാം വിളിക്കപ്പെട്ടത്. ആ വിളിക്കപ്പെട്ട സുവിശേഷത്തെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയുന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. പരിച്ഛേദനയടക്കമുള്ള കർമ്മങ്ങൾ, ന്യായപ്രമാണത്തിന്റെ വിവിധ ലിഖിത ഘടനകൾ വീണ്ടും ഉൾക്കൊള്ളിക്കണമെന്ന ആവേശങ്ങൾ അവരുടെ ഇടയിൽ നുഴഞ്ഞുകയറ്റക്കാർ നടത്തിയപ്പോൾ ആത്മശാസനയോടെ, ആത്മതർജ്ജനത്തോടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നാം അറിയേണ്ട കാര്യം, നമ്മെ വിളിച്ച ദൈവം ആരാണെന്ന ബോധ്യം ഈ രാത്രിയിൽ നിങ്ങൾ ഉറപ്പു പ്രാപിക്കണം കേട്ടോ. ഈ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ഉരുത്തിരിഞ്ഞ് ഒരുപക്ഷെ ചോദ്യശരശയ്യങ്ങൾ ഉയർത്താൻ സാധ്യത ഏറെയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കാം: ആരാണ് നിങ്ങളെ വിളിച്ചതെന്നായിരിക്കാം ചോദ്യം. എല്ലാത്തിനും ഉത്തരം പരിമിതമാക്കി പറയാൻ കഴിയില്ലെങ്കിലും ചില വാക്കുകളെങ്കിലും പറയുമ്പോൾ എനിക്ക് നിക്ഷിപ്തമായ സമയം ഇവിടെ അവസാനിക്കുക തന്നെ ചെയ്യും. അത്രയും നേരം കൊണ്ട് ചില സന്ദേശങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിളിച്ച ദൈവം ആരാണെന്ന് ഞങ്ങൾ ഒന്ന് ഊട്ടിയുറപ്പിക്കട്ടെ. ആരാണ് നമ്മെ വിളിച്ച ദൈവം? എന്റെ സഹോദരങ്ങളെ, ഇന്നലകളിൽ നമ്മെ കണ്ട ദൈവമല്ല. ഗലാത്യർ 15 പറയുകയാണ്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്, എങ്കിലും എന്റെ ജനനം മുതൽ തന്റെ കൃപയാൽ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തെയാണ് പരിചയപ്പെടുന്നത്. സെപ്പറേറ്റഡ് ആൻഡ് കാൾഡ് ഫ്രം ചൈൽഡ്ഹുഡ് ആണ്. എന്റെ ജനനം മുതൽ അവൻ എന്നെ വേർതിരിച്ച ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നാമൊക്കെ നമ്മെ പലരും കണ്ടത്, നമ്മൾ ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കണ്ടത്. ബന്ധുക്കൾ, നാട്ടുകാർ, ജാതിക്കാർ, സഭ തുടങ്ങിയ സാമൂഹികർ എല്ലാം കണ്ടത് നമ്മൾ ജനിച്ച ശേഷമാണ്. പക്ഷേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മെ വേർതിരിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞങ്ങൾ ഈ മണ്ണിൽ ഉയർത്തുന്നത്. എന്റെ സഹോദരങ്ങളെ, ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിയിൽ ശ്രദ്ധിക്കുന്ന എന്റെ ബഹുമാനിരായ മാന്യമിത്രങ്ങളെ, നിങ്ങളൊന്നറിയണം, നിങ്ങളെയും ജനനത്തിങ്ങനെ അവൻ വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ വേർതിരിക്കപ്പെട്ടിട്ടും ആ സത്യം അറിയാതെ ആ പാപത്തിന്റെ അടിമത്തം നിങ്ങളെ അങ്ങ് അടിയറവും അറിയിക്കുന്നില്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങളുടെ അടിമച്ചെങ്ങലകൾ പൊട്ടുന്നതായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാരംഭമായി അരക്കെട്ടുറപ്പിക്കുകയാണ്. സുവിശേഷത്തിന് മാത്രമേ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകാൻ കഴിയുകയുള്ളൂ. എന്താണ് അടിമത്തം? ഇവിടെ കേരളത്തിന്റെ ഭൂമിക, കേരളത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്ന ഏതൊരു ചരിത്രാന്വേഷിക്ക്, ചരിത്രത്തിന്റെ ഇടനാഴികൾ അന്ന് അല്പം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഈ കേരളത്തിന്റെ പഴയകാല ചരിത്രങ്ങൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ജന്മി അടിയൻ വ്യവസ്ഥകൾ നിന്ന നാട്ടിൽ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ ഒരു നാടാണ് നമ്മുടെ നാടെന്നുള്ളത്. എന്റെ സഹോദരങ്ങളെ, ആ ഒരു അടിമത്തത്തെ പറ്റി മാത്രമല്ല പറയുന്നത്. ആ അടിമത്തത്തിൽ നിന്ന് മോചനം ആവശ്യമാണ്. പക്ഷേ അത് ചില നവോത്ഥാന നായകന്മാരോ ഇവിടുത്തെ ഏതെങ്കിലും ദാർശനിക ഗ്രന്ഥകാരന്മാരോ ഇവിടെ പിണർന്നിവിടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ പലർക്കുമൊക്കെ ഇവിടുത്തെ ജന്മി അടിമത്ത വ്യവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയേക്കാം. പക്ഷെ പാപമെന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക ലോകമാകെ പരിശ്രമിച്ചിട്ടും കിട്ടാതെ വന്നൊരു കാലമുണ്ട്. ആ കാലത്തിങ്കലാണ് എന്റെ യേശു ഈ മണ്ണിൽ വന്നതും അവൻ ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ടതെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരൊറ്റ നാഥൻ മാത്രമേ ഉലകത്തിന്റെ നെറുകയിലുള്ളൂ. അത് ഞങ്ങൾ ഇവിടെ ആത്മശങ്കക്കിടയില്ലാതെ നിസ്സംശയമായി പ്രഖ്യാപിക്കുന്ന ക്രൂശിതനായ ക്രിസ്തുയേശു മാത്രമാണ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി നിങ്ങളുടെ കരം ഉയർത്തി അവനെ മഹത്വപ്പെടുത്തുക. അവനത്ര നമ്മുടെ രക്ഷാനായകൻ. അപ്പോൾ നമ്മൾ ജനനത്തിങ്കൽ വേർതിരിച്ച ദൈവമാണ്. പക്ഷേ എഫേസ്യ ലേഖനം ഒന്നും കൂടി അരക്കെട്ടുറപ്പിക്കുന്നു, ജനനത്തിങ്കൽ മാത്രമല്ല നമ്മെ വേർതിരിച്ചത്. എഫേസ്യർ 1:4 പറയുകയാണ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിനു വേണ്ടി ഉലക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ഈ ലോകവും അതിലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ഞങ്ങളെ കണ്ട ദൈവമാണ്. അങ്ങനെയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങൾ അറിയണം. ദൈവത്തിന്റെ പ്രതിരൂപമാകുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കുന്ന അന്ധകാര ശക്തികൾ ഈ രാത്രിയിലും അങ്ങ് തകരുക തന്നെ ചെയ്യും. അതാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളത്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം
ഞാൻ നിങ്ങളോട് പറയാ, അങ്ങനെ അടിമത്തത്തിൽ നിന്ന്, പാപമെന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സുവിശേഷത്തിനും അതിന്റെ കാതൽ സന്ദേശമാകുന്ന വിശുദ്ധ ബൈബിളിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം പൊരുതുന്ന ജനതയെ പറ്റി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം എന്നുള്ളത്. എന്താണ് പൊരുതുന്ന ജനതയെ പറ്റി പറഞ്ഞത്? അങ്ങ് ഹാബേലിനെ അങ്ങ് കയ്യിൽ കൊല്ലുകയുണ്ടായി. തിന്മയ്ക്കെതിരെ പോരാടിയ ഹാബേലിനെ കൊന്നതുകൊണ്ട് അവിടെ പരിഹാരം ഉണ്ടായില്ല. ഹാബേലിന് വേണ്ടി സംസാരിച്ച ദൈവത്തെയാണ് നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. തിന്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു പോരാടിയ ആ മനുഷ്യന് വേണ്ടി സംസാരിച്ച ഒരു നാഥനെ പറ്റി പറയുന്നതാണ് ഈ പുസ്തകം എന്നുള്ളത്. അങ്ങ് അടിമത്തത്തിന്റെ ഭരമോന്നി ചെങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് പുതുപുത്തൻ ദിവ്യ കാഹളമോദിയ സുവിശേഷത്തെ പോലെയുള്ള നിരവധി സന്ദേശങ്ങൾ ഈ വിശുദ്ധ ബൈബിൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സമയത്തിന്റെ പര്യാപ്തതയിൽ എല്ലാം വിശദീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നാം അറിയേണ്ട ചില സന്ദേശ ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ എന്റെ പ്രസക്തമായ തിരുവചന ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് നാം വായിച്ച പ്രധാന വാക്യം? ഓരോരുത്തരും താം താന്റെ ചുമട് ചുമക്കണം. എന്റെ സഹോദരങ്ങളെ, എന്താണ് ചുമട്? ഒരു ചുമട് നാം ചുമക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ അനിവാര്യമാണെങ്കിൽ നമുക്കൊരു മാതൃകാ പുരുഷനുണ്ടാകണം ചുമട് ചുമന്നത്. അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അകൃത്യങ്ങളും ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി എന്നാണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ചുമട് ചുമന്ന് ഒരുവരുണ്ട്. ആ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്താൻ പോകുകയാണ്. അവൻ ഞങ്ങൾക്ക് വേണ്ടി ആ പാപത്തിന്റെ ചുമട് ചുമന്നെങ്കിൽ അവൻ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു വെച്ച് സുവിശേഷം ചുമത്താൻ ഞങ്ങൾ സദാ സന്നദ്ധരാണെന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ വേദപുസ്തക ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പലവിധ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, വിളിച്ച ദൈവത്തെ വിട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നെങ്കിൽ അതിന്റെ പ്രധാനമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ജാഗ്രത കുറവാണ് വിളിച്ചവരെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നത്. ഗലാത്യ സഭയ്ക്കും അങ്ങനെ വിവിധ ജാഗ്രത കുറവുകളുണ്ടായി. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ 6-ലധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയുകയാണ്. അവയൊക്കെയും അവർ ലംഘിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവർ വിളിച്ച ദൈവത്തെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയത്. പക്ഷേ ഈ സന്ദേശം ഇവിടെ മുടങ്ങുന്നതിന്റെ കാരണം അങ്ങനെ നിങ്ങൾ പോകാതിരിക്കാൻ എന്തൊക്കെയാണ് ആ ജാഗ്രത എന്ന് നാം ഏവരും അറിയേണ്ടതാണ്. കാരണം ലവോദിക്യ സഭയെ പറ്റി പറയുമ്പോൾ പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക. എന്നിട്ട് അടുത്ത പദം, നീ മാനസാന്തരപ്പെടണമെന്ന്. എന്തിനാണ് ഈ ജാഗ്രതാ നിർദ്ദേശം ഈ മണ്ണിൽ ഉയർത്തുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. മാനസാന്തരപ്പെടാൻ ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷ സന്ദേശം ഞങ്ങൾ ഇവിടെ ക്രമീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം. എന്തൊക്കെയാണ്? ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് കോറിയിടണം. രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും വിളിച്ച ദൈവം ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ ഗലാത്യ ലേഖനത്തിൽ കൂടി. എന്റെ മതേതര സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയണം. നിങ്ങളിൽ പലരും പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ ഉച്ചഭാഷണിയുടെ ഇങ്ങനെ രാത്രിയെന്നില്ല ഏത് ഘട്ടത്തിലും നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. എന്താണ് പ്രസക്തമായ കാര്യം? ഞങ്ങളെ വിളിച്ച ദൈവം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും ഇവിടെ കൂടിയിരുന്ന് അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ആരാണ് ഞങ്ങളെ വിളിച്ച ദൈവം? ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. എന്തിനാണ് വായിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും വാക്യങ്ങൾ ഒരുപക്ഷെ മനഃപ്പാഠമായേക്കാം, ഹൃദ്യസ്ഥമായിരിക്കാം. പക്ഷേ ഈ ദേശത്തിൽ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ആ വാക്യം ലഭ്യമല്ലാതെ വരും. അതുകൊണ്ട് ഒന്ന് വായിച്ച് സഹായിച്ചാലും. ഗലാത്യർ 1-3 മുതലുള്ള വാക്യഭാഗങ്ങൾ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്
നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ബാക്കി ഭാഗത്തുനിന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ആരാണ് ഞങ്ങളെ വിളിച്ചതയോ? ഒന്ന്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഇത് ദുഷ്ടത നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്തിൽ നിന്ന് വിടുവിപ്പാൻ യോഗ്യനായ ഒരുവരെയാണ് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അവന്റെ പേരത്രേ നസ്രയനായ യേശു ക്രിസ്തു. ആരാണ് ഞങ്ങളെ വിളിച്ചത്? രണ്ട്, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ? ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമല്ല, പരപ്രേരണ കൊണ്ടല്ല, സ്വയം മനസ്സാൽ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയവൻ, അവന്റെ പേരത്രേ യേശു ക്രിസ്തു. മൂന്ന്, അവൻ കൃപയും സമാധാനവും പകരുന്ന ദൈവമാണ്. എത്രയോ ശ്രേഷ്ഠമാണ് ആ നാഥനെ ഞങ്ങൾക്ക് എവിടെയും ഉയർത്താൻ ഞങ്ങളേറെ സന്നദ്ധരാണ്. ഞങ്ങൾ ആ നാഥനെ എവിടെയും ഉയർത്താനുണ്ട്. ഇവിടെ വിദ്യാസമ്പന്നരായവർ, മറ്റിതര മേഖലകളിൽ ഏർപ്പെടുന്ന പല ആളുകളും യേശുവിനെ പ്രസംഗിക്കാറുണ്ട്. ഒരു കാര്യം ഈ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ അറിയണം, ചില ആളുകൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ പറയാറുള്ള പല കാര്യങ്ങളിലൊന്നാണ്, വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നതും ഈ ഉപദേശി പണിക്കിറങ്ങിയതും വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ചിലരുടെയൊക്കെ ഒരു സംസാര ഭാഷ്യം. എന്റെ സഹോദരങ്ങളെ, വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, പണി നന്നായിട്ട് നിങ്ങളെക്കാട്ടിലും അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന പലരും തന്നെ. ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്തവർ, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ബഹുമാനായ അധ്യാപകരുണ്ട്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു പ്രിയ സേവൻ സാറ്. എല്ലാം അറിയാം. ഇവിടെ മറ്റനേകരായ കർത്തദാസന്മാർ, ഇവിടെ ഈ അനവധി വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റിതര ജോലികൾ അവരവരുടേതായ നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉത്തമമാണ് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഞാനും പറയാറുണ്ട്, വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ബിരുദാനന്ദ ബിരുദം ഞാനും നേടിയത്, ഒരു M.Com ഒക്കെ ഞാനും പാസ്സായുള്ളൂ. അങ്ങോട്ട് കയറി ഒരു 5 അക്കത്തിന് ശമ്പളം എന്തായാലും കിട്ടും, ഉറപ്പാണ്. പക്ഷേ അത് നല്ല കാര്യമാണെങ്കിലും അതിനേക്കാൾ ഉപരിയാണ് യേശുവിനെ പ്രസംഗിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ശരിയല്ലെന്നല്ല, നല്ല കാര്യമാണ്. ആവുന്നിടത്തോളം പഠിച്ചോണം, ജോലി ചെയ്തോണം, എങ്കിലും സുവിശേഷത്തിന്റെ ഭാഗം നിങ്ങൾ ചുമക്കണം. കാരണം ഞാൻ വായിച്ച കുറിവാക്കി ഞാൻ ഒന്നുകൂടെ അവിടെ വെക്കുകയാണ്, താന്താന്റെ ചുമട് എന്ത് ചെയ്യണം? ചുമന്നേ പറ്റുകയുള്ളൂ. അത് വിദ്യാഭ്യാസം ചെയ്തവനും ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദര, നീയും ഇത് ചുമന്നില്ലെങ്കിൽ ഒരു ദിവസം നിന്റെ ഓഹരി നിത്യതയല്ല, നിത്യ സ്വർഗമല്ല, നിത്യ നരകമാണ്. ചുമട് ചുമക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? നിത്യ സ്വർഗമുള്ളൂ. അധ്വാനിക്കാത്തവന് കൂലി കിട്ടില്ല, അധ്വാനിക്കുന്നവന് മാത്രമേ ശമ്പളമുള്ളൂ. എങ്കിൽ ദൈവം തന്ന ചുമട് നാമൊക്കെ ചുമക്കേണ്ടത് അനിവാര്യമാണ്. നിർത്തട്ടെ. എങ്കിലും പക്ഷെ ഞാനൊരു ആത്മീയ ദൂത് പറയാം. എന്തിനാണ് പരസ്യമായി യേശുവിനെ ഉയർത്തുന്നത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളിത് ഉയർത്താതിരുന്നേനെ, പക്ഷെ ഞങ്ങൾക്ക് ബൈബിളിലെ വാക്യം ഞങ്ങൾക്ക് മുറുകെ പിടിച്ചേ പറ്റുകയുള്ളൂ. എന്താണ് ആ ബൈബിളിലെ വാക്യം? വിശുദ്ധ വേദ പുസ്തകത്തിൽ റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യത്തിൽ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന്. ആ പദം കണ്ടോ? പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നുവെന്ന്. ഞാൻ എവിടെയും പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സർവ മഹിമകളും വിട്ടിറങ്ങിയ എന്റെ യേശുനാഥൻ പരസ്യമായിട്ടാണ് അവൻ തകരപ്പെട്ടെങ്കിൽ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം അവനെ ഞങ്ങൾ പരസ്യമായിട്ട് ഉയർത്തും. ഏതെങ്കിലും ഒളിവിടങ്ങളിലാണ് എന്റെ യേശു മരിച്ചതെങ്കിൽ ഞങ്ങൾ ഒളിവിൽ പ്രസംഗിച്ചാണ്. ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഉയർത്തപ്പെട്ടവരെ ഞങ്ങൾ പരസ്യമായി പ്രസംഗിച്ചു. കാരണം ആ വാക്യം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയെന്ന് മാത്രമല്ല, ഒരു വർത്തമാനകാല വാക്യമാണ് പറഞ്ഞ് നിർത്തി ഇരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അക്ഷരീക കണ്ണിൽ ഇന്ന് യേശു ക്രൂശിൽ കിടക്കുന്നില്ല, പക്ഷെ ആത്മദർശനത്താൽ പാപമോചനത്തിന് വേണ്ടി വിളിക്കുന്നവന് വേണ്ടി അവർ ഇന്നും പരസ്യമായി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളും അവരെ പരസ്യമായി ഉയർത്തും. ഞങ്ങൾ യേശുവിനെക്കാട്ടിലും വലിയ പുള്ളിയല്ല, അവനെക്കാട്ടിലും താടിയുള്ള ഞങ്ങളുടെ മഹോന്നത പുരോഹിതൻ അവനാകെ കൊണ്ട് ആ യേശുവിനെ ഞങ്ങൾ പരസ്യമായി ഉയർത്തും.
എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ എന്ത് ചെയ്യുന്നത്? പരസ്യമായി പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പിന്നിട്ടെടുത്തെല്ലാം അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചത് കാലം, ആ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പഠനകാലത്ത് ശ്രദ്ധേയമായ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതലേ യേശുവിനെ തെരുവിൽ പ്രസംഗിക്കാൻ ഒരു ചെറിയ ഭാഗ്യം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അത് മഹൽ ഭാഗ്യമായി ഞാൻ കാണുന്നുമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ പഠിക്കുന്ന ഘട്ടത്തിൽ എന്നെ കോളേജിൽ വിവിധ വിഷയങ്ങൾ പഠിപ്പിച്ച് അധ്യാപകരുണ്ടായിരുന്നു സ്കൂൾ ജീവിതകാലത്തൊക്കെ, കലാലയങ്ങളിലൊക്കെ. പക്ഷേ എൻ്റെ പേര് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ്റ്റർ ടിജോ സോളമൻ എന്ത് ചെയ്യും? പ്രസംഗിക്കുന്നു. പക്ഷേ ഞാൻ പഠിച്ച കലാലയത്തിൽ പലർക്കും എൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. പാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളായിരുന്നു, പാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. പക്ഷേ ഈ പാസ്റ്റർ എന്ന പേരിൽ ഒത്തിരി ഇളവ് കിട്ടിയ ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. കാരണം അന്ന് മീറ്റിങ്ങുകൾക്ക് ദൂരെ യാത്ര ചെയ്തിട്ട് കോളേജിൽ വരുമ്പോൾ എനിക്ക് കോളേജിൽ പ്രിൻസിപ്പാളിൻ്റെ ക്യാബിനിൽ കയറി ഞാൻ മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ലീവ് ലെറ്ററിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ അത് ലൈവ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പറയണം, സാഹചര്യത്തോടൊത്ത് പറഞ്ഞു. കാരണം ഈ ലൈവ് മേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലയിടത്ത് കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ വിഷയം നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ അവർ അത് മാത്രം കട്ട് ചെയ്ത് പരസ്യപ്പെടുത്തുമ്പോൾ ആളുകൾ ചിന്തിക്കും ഈ കക്ഷി ഇതാണ് പറയുന്നത്. അതുകൊണ്ട് മുൻകൂർ ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ സിറ്റുവേഷനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തൽക്കാലം അതിൽ നിന്ന് വിളവ് കിട്ടും, അതിൽ നിന്ന് ഒരു ഇളവ് കിട്ടും. സഹോദരങ്ങളെ, അപ്പം ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ സഹപാഠികളും എൻ്റെ അധ്യാപകരും ഒക്കെ എന്നെ അങ്ങനെ വിളിക്കുന്നൊരു കാലം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ശുശ്രൂഷയുടെ ഒരു ഭാഗ്യം പറയാനാണ്. എന്നെ കോളേജിൽ പല വിഷയങ്ങളും പഠിപ്പിക്കുമ്പോൾ അവർ ആ കോളേജിൽ വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ചില ദിവസങ്ങളിൽ അവരെ ചർച്ച ഞാൻ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ അവരെ ദൈവദിനം എന്ത് ചെയ്യും? പഠിപ്പിക്കും. ഒരേ സമയം തന്നെ അവർ കോളേജിൽ വരുമ്പോൾ എന്നെ കോളേജിലെ പാഠ്യേതര വിഷയം പഠിപ്പിക്കും. ഞാൻ അവരുടെ ചർച്ച ചെല്ലുമ്പോൾ ദൈവദിനം പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, കുറേയൊക്കെ ഇളവ് എനിക്ക് കോളേജിൽ കിട്ടിയ കാലം. ഈ കോളേജിൽ പഠിച്ചവർക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ എന്നെക്കാട്ടും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്തവർ. അപ്പം ഈ കോളേജിൽ ഒരു ദിവസം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതൊക്കെ എന്ത് ചെയ്യും? ചോദിക്കും അല്ലേ? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് കിട്ടും? ഒരു എംബോസിക്ഷൻ കിട്ടും. നിങ്ങളെ കണ്ടിട്ട് ഇതുവരെ എഴുതാത്തതിൻ്റെ കൂട്ടം എഴുതി ഊപ്പാട് വന്നത് കാണുമ്പോഴേ അറിയാം. അപ്പോൾ അത് ഉറപ്പായിട്ട് കാര്യമാണ്, എംബോസിന് എന്ത് ചെയ്യും? കിട്ടും. അപ്പം പക്ഷേ എനിക്ക് പലപ്പോഴും എംബോസിന് എഴുതാനായിട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ പറയും മീറ്റിങ്ങിന് കൊണ്ട് എഴുതാൻ പറ്റിയില്ല, അതുകൊണ്ട്. പക്ഷേ അന്നൊരു അധ്യാപിക സൂക്ഷ്മം പോലെ നിന്നിട്ട് പറഞ്ഞു, ടീച്ചർ പല തവണകളിൽ ഇങ്ങനെ ഉഴപ്പുന്നുണ്ട്, അതുകൊണ്ട് അടുത്ത ദിവസം ക്യാമ്പസിൽ കയറുമ്പോൾ എംബോസിന് എഴുതി കാണിച്ചിട്ട് എന്നെ എന്ത് ചെയ്യാവൂ കയറും. ബാക്കിയുള്ളവരെയൊക്കെ അന്ന് ഇരുത്തി എന്നെ മാത്രം എഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പം ഞാൻ രസകരമായി പറഞ്ഞൊരു കാര്യമാണ്, അത് ദുർവ്യാഖ്യാനം ചെയ്തത് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാനൊരു ദിവസം ആ എംബോസിനൊക്കെ എഴുതി കൊടുത്ത് ടീച്ചർ തള്ളക്ക് പറഞ്ഞു. ഞാനൊരിക്കലും ഒരു ചർച്ചയിൽ ശുശ്രൂഷിച്ച് ചെല്ലുമ്പോൾ സൂക്ഷ്മം പോലെ ഈ ടീച്ചർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ പ്രസംഗിച്ച് വന്ന വഴി ഞാൻ ചോദിച്ചു, ഇസ്രായേലിൻ്റെ 12 ഗോത്രപിതാക്കന്മാരുടെ പേര് ടീച്ചർ പറയുമെന്ന് പറഞ്ഞു. അപ്പം രൂപൻ ഷിമേ എന്ന് പറഞ്ഞ ടീച്ചർ ആകെ പെട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, അടുത്ത ആഴ്ച വരുമ്പോൾ ചർച്ച 100 തവണ എംബോസിന് എഴുതി പാസ്റ്ററെ കാണിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. തമാശയായിട്ട് ഇന്നും വലിയ കാര്യം, എന്നെ വിളിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, നല്ല കാര്യം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒട്ടനവധി ഭാഗ്യങ്ങൾ. അതിനേക്കാട്ടിലും ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കൂടെ പഠിച്ച പലരെയും ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, വേറെ ഒന്നും ഭാഗ്യമല്ല. ഒരു ചെറിയ കാര്യം പോലെ ആ കോളേജിൽ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. അപ്പം കൂടെ പഠിച്ചവരെ കർത്താവിന് വേണ്ടി നേടാൻ കഴിഞ്ഞു, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളൊക്കെ എന്നെക്കാട്ടിലും അനുഭവം നേടിയതാണെങ്കിൽ ഞാനൊരു പ്രായത്തിൽ അല്പം ചെറുതായിട്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ദുഷ്ടലോകത്ത് നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കുന്ന ദൈവമാണ്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കുന്ന ദൈവമാണ്. 2, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. 3, കൃപയും സമാധാനവും നൽകുന്ന ദൈവമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ ഉയർത്തുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, പരസ്യമായിട്ട് ഞങ്ങൾ ഉയർത്തുന്നത് കോളേജ് ക്യാമ്പസിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി വരുമ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. ചിലർ കളിയാക്കിയിട്ടുണ്ട്, കളിയാക്കി പലരും പിന്നെ എൻ്റെ കൂടെ അല്ല സുവിശേഷത്തിൻ്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അണിനിരന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, സുവിശേഷം എവിടെ മുഴങ്ങിയാലും ഇന്നല്ലെങ്കിൽ നാളെ പലരെയും നേടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, വേറെ പണിയില്ലാഞ്ഞിട്ട് കൊണ്ടോ വേറെ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, എല്ലാത്തെക്കാളിലും ഉത്തമം ഞങ്ങളെ ഈ ദുഷ്ടലോകത്ത് നിന്ന് വിടുവിപ്പാൻ യോഗ്യനായവനെ ഉയർത്തുന്നതാ.
ഒരുപക്ഷെ താൽക്കാലികമായി ഇവിടെ പലതിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിയും, ഇവിടുത്തെ സാമുദായിക മറ്റിതര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിയേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിന് വിടുവിപ്പാൻ ആർക്കും കഴിയത്തില്ല. കാരണം എന്നത് ചോദിച്ചാൽ പാപിക്ക് ദുഷ്ടലോകത്തിന് ഒരാളെയും വിടുവിപ്പാൻ വഴിയില്ല. ദുഷ്ടലോകത്തിന് വിടുവിക്കണമെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ പലതാണ്. പക്ഷെ എല്ലാ ജാതിയും ഘട്ടത്തിലും പറയുന്നില്ല ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ഇയ്യോബിന്റെ പുസ്തകം 9-24 പറയുകയാണ്, ഭൂമി ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ ദുഷ്ടലോകമായത്. എന്റെ സഹോദരങ്ങളെ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ യേശുവിനെ ഇന്ന് നീ കാണണോ? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ട് ദുഷ്ടലോകത്തിന് വിടുതൽ കിട്ടില്ല. മറിച്ച് യേശു പുൽക്കൂട്ടിലല്ല, നിന്റെ ഉള്ളിൽ ജനിക്കണം. അവിടെയാണ് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി തുറക്കപ്പെടുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിനക്കും വിടുതൽ ആഗ്രഹിക്കുന്നുവോ? ആരാണ്? നിങ്ങൾ അറിയണോ, ഇവിടെ വലിയ മണിമേളകൾ പണിതുകൊണ്ടോ ഉന്നതമായ കെട്ടിടങ്ങൾ വിരാജിക്കുന്നത് കൊണ്ടോ ഇവിടെ എല്ലാവർക്കും സമാധാനമുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഒരു കവല പ്രസംഗകർ എന്ന നിലയിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരൊക്കെ ഒട്ടനവധി മേഖലകളിൽ യേശുവിനെ പ്രസംഗിക്കുന്നവരാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴുന്ന ഒത്തിരി അമ്മമാർ വന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കാരണം എന്തെന്നറിയണ്ടേ? സമാധാനമില്ല. ആത്മഹത്യ പ്രവണത കൂടുതൽ കാലമാണ്. ആത്മഹത്യ കുറിപ്പിൽ പലരും എഴുതുന്ന കാര്യമാണ്, ഈ ലോകം ഞങ്ങൾ എന്ത് ചെയ്തു, മടുത്തു എന്നാണ് എഴുതുന്നത്. ഈ ദുഷ്ടലോകത്തിൽ എല്ലാവരും ഒരു ദിവസം മടുക്കും കേട്ടോ. പക്ഷേ നമ്മളൊക്കെ എന്താ പിന്നെ മടുക്കാത്തത്? നമുക്കൊന്നറിയാം, മടുക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം നമ്മെ അവൻ വിടുവിക്കും. വിടുവിപ്പാൻ ശക്തനെയാണ് ഞാൻ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഈ ദുഷ്ടലോകത്തിന് വിടുവിക്കും. അത് മരണമാണെങ്കിൽ മരണത്താൽ അവൻ ഞങ്ങളെ വിടുവിക്കും. അല്ലെങ്കിൽ അവൻ പുനരാഗമിക്കുമ്പോൾ, അവനോടൊരുമിച്ച് ഞങ്ങൾ സമാഗമിക്കുമ്പോൾ അവൻ ഞങ്ങളെ വിടുവിക്കും. എന്റെ സഹോദരങ്ങളെ, ഇവിടെ പലർക്കും പലതിൽ നിന്ന് വിടുവിക്കുക. പക്ഷെ ദുഷ്ടലോകത്തിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ കഴിയില്ല. അത് യേശുവിന് മാത്രമേ പറ്റൂ. അപ്പോൾ അറിയണം, ഈ ദുഷ്ടലോകത്തിന് വിടുവിക്കണമെങ്കിൽ ആ യേശുവിനെ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഒരു മഹത്തായ രാജാവ് ദാവീദ് എന്നാണ് രാജാവിന്റെ പേര്. ഈ ദാവീദ് രാജാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ എഴുതി, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിച്ച് എന്റെ ജഡം നിർഭയമായി വസിക്കും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. നിന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്നാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ വെച്ചതുകൊണ്ട് ദാവീദ് പറയുക, ഞാൻ രാജാവായതുകൊണ്ടല്ല എന്റെ ഹൃദയം സന്തോഷിച്ചത്, എന്റെ മനസ്സാനന്ദിച്ചത്, എന്റെ ജഡം നിർഭയമായി വസിച്ചത്. കാരണം ഒന്ന്, അവൻ എന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളെ, നിന്റെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ, നിന്റെ മനസ്സാനന്ദിക്കണമെങ്കിൽ, നിന്റെ ജഡം നിർഭയമായി വസിക്കണമെങ്കിൽ യേശു നിന്റെ മുമ്പിലുണ്ടാകണം. പക്ഷെ ഈ മുമ്പിൽ നിന്ന് മാറിയ വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? പിന്നെ നമുക്ക് ഹൃദയ സന്തോഷമൊന്നും എന്ത് ചെയ്തില്ല, കിട്ടില്ല. തെളിവ് 16-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്. പക്ഷെ 38-ാം സങ്കീർത്തനം ഈ ദാവീദ് തന്നെയാണ് എഴുതുന്നത്. 38-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ പറയുകയാണ്, 38-17 ഇങ്ങനെയാണ് അവിടെ വാക്യം പറഞ്ഞത്. വായിച്ച 38-17 സങ്കീർത്തനം 38-17 ഞാൻ പറഞ്ഞു വിടാം. എപ്പോഴും എന്റെ ദുഃഖം എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എപ്പോഴും എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പക്ഷേ 38-ാം സങ്കീർത്തനം ദാവീദ് പറയാണ്, ഇപ്പം യഹോവയല്ല, ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുകയാണെന്ന്. എന്ന് വെച്ചാൽ യഹോവ മാറിയപ്പോ ദുഃഖം മുമ്പിൽ എന്ത് ചെയ്തു, വന്നു. 51-ാം സങ്കീർത്തനം വന്നപ്പോൾ ദാവീദ് വീണ്ടും എഴുതുകയാണ്. 51-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വന്നപ്പോൾ ദാവീദ് പറയാണ്, ഞാൻ അറിയുന്നു,
എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കും. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ ദാവീദ് തന്നെ ഇത് മൂന്നും പറഞ്ഞത് 16 സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവ എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. 38 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, കാരണം യഹോവ മാറിയ ദുഃഖവും പാപവും മാത്രമാണ്. അങ്ങനെ നമുക്ക് ദുഷ്ടലോകത്തിൽ വിടുതൽ കിട്ടില്ല. അവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദുഷ്ടലോകത്തിൽ നമുക്കൊരു വിടുതൽ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ഞാൻ വേഗത്തിൽ എന്റെ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ജാഗ്രത കുറവ് അവർക്കുണ്ടായി. എന്തൊക്കെയാണ് അവർക്കുണ്ടായി ജാഗ്രത കുറവ്? ഗലാത്യലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറേയേറെ ജാഗ്രത കുറവുകൾ പറയുന്നുണ്ട്. പക്ഷേ സമയപരിധി കൊണ്ട് ഞാൻ തന്നെയൊക്കെ പറഞ്ഞു വിടുകയാണ്. 1, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പിൻ. 2, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. 3, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. 4, തന്നെത്താൻ വഞ്ചിക്കപ്പെടാതിരിക്കും. 5, ഓരോരുത്തൻ താന്റെ ചുമട് ചുമപ്പിൻ. 6, ഓരോരുത്തൻ താന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. 6ഓളം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ 6 കാര്യങ്ങളിൽ അവർക്ക് ജാഗ്രത കുറവുള്ളത് കൊണ്ട് അവർ വിളിച്ച ദൈവത്തെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയി. പക്ഷെ പൗലോസ് പറയുകയാണ്, ഈ 6 കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ജാഗ്രതയുണ്ടാകണം. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. ഓരോരുത്തൻ താന്റെ ചുമട് ചുമപ്പീൻ. ജാഗ്രത നിർദ്ദേശത്തിലൊരു കാര്യമാണ് താന്റെ ചുമട് ചുമക്കണം. ഞാനത് ക്രിസ്തുവേശുവിങ്കലുള്ള ഒരു സന്ദേശ ഭാഗമായി ഞാൻ പറയട്ടെ. 1ാമത് പറയുന്ന കാര്യം, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പൗലോസ് പറയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. ഇതിൽ ഏതാണ് എളുപ്പം? ഒരു വിരോധാഭാസം പോലെ നമുക്ക് എന്ത് ചെയ്യും തോന്നും. ഒരു വിരോധാഭാസവും ഇല്ല, ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. ഇങ്ങനെയാണ് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തത്, ലെറ്റ്സ് ഓൾസോ ബി ടെംപ്റ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ നീ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പീരെന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ അതിന് ഇങ്ങനെ വിശദീകരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ പരിശോധനയാണ്, ദൈവത്തിന്റെ പരീക്ഷകളാണ്. മറിച്ച് പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതൊക്കെ പ്രലോഭനങ്ങളാണ്. പൗലോസ് പറയുകയാണ്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അങ്ങ് ഏതെങ്കിലും തോട്ടത്തിൽ കാട്ടിലെ ജന്തുക്കൾ വെച്ച് കൗശലക്കാരനായി പാമ്പ് പറയുകയാണ്, ഈ വൃക്ഷഫലം നീ എന്ത് ചെയ്യണം? തിന്നണം. തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കും, നീ നന്മ തിന്മകളെ പറ്റി തിരിച്ചറിവ് ഉണ്ടാകും, നീ ദൈവത്തെ പോലെ ആകും. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരീക്ഷയല്ല, പിന്നെന്താണ്? പ്രലോഭനമാണ്. അത് പരീക്ഷയായി എഴുതിയത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? അവർക്ക് പരാജയം ഉണ്ടായത്. ഈ രാത്രിയിൽ എന്റെ സഹോദരങ്ങളെ, എന്റെ വിശ്വാസി സമൂഹങ്ങളെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യം, ഭയം നമ്മിൽ നിന്ന് മാറണം. നമുക്ക് ഭയം ആവശ്യമാണ്. ദൈവഭയം മാത്രമേ ഉണ്ടാകാവൂ. അവർ കൽപ്പന ലംഘിച്ചപ്പോൾ അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ നഗ്നനാക്കിക്കൊണ്ട് അവൻ ഒളിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഭയം തട്ടിയപ്പോൾ ഒരു പിടിയാളികൾ ഒളിക്കുന്ന സന്ദർഭമാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഭയം നമ്മെ പല രീതിയിൽ അലട്ടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭയം വരുമ്പോൾ ഒളിക്കും, ചിലർ ഭയം വരുമ്പോൾ വിറയ്ക്കും, ചിലർ ഭയം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാനസിക നിലകൾ തെറ്റാറുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, നമുക്കുണ്ടാകേണ്ട ഭയം ദൈവഭയമാണ്. എന്താണ് ദൈവഭയത്തിന്റെ പ്രത്യേകത? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-10 വാക്യത്തിലാണ് ഭയം വന്നപ്പോൾ അവർ എന്ത് ചെയ്ത്? അവരോട് ഒളിച്ചിരുന്നത്. പുറപ്പാട് 14:10 പറയുകയാണ്, ഫറവോനും സൈന്യവും പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവർ ഏറ്റവും അധികം നിലവിളിച്ചെന്ത് ചെയ്തു? ഭയപ്പെട്ടെന്നാണ്. അവിടെ ഫറവോനും സൈന്യവും പുറകെ വരുന്നത് കണ്ട് അവർ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു? നിലവിളിച്ചു. ഇവിടെ ഭയം വന്നപ്പോൾ അവർക്ക് എന്തുണ്ടായി? നിലവിളിയുണ്ടായി. പിന്നെ
പിന്നാലെ വരുന്ന ശക്തികളെ കണ്ട് ഭയപ്പെട്ടപ്പോൾ അവർ നിലവിളിച്ചെങ്കിൽ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, എന്തിനെങ്കിലും ഭയപ്പെട്ട് നിന്റെ ഉള്ളിൽ നിലവിളി ഉയരുന്നെങ്കിൽ ഇന്ന് രാത്രി നീ യേശുവിനെ സ്വീകരിക്കുക. അവിടെയാണ് നിനക്ക് രക്ഷ. നമുക്കുണ്ടാകേണ്ട യഥാർത്ഥ ഭയം പുറപ്പാട് പുസ്തകം 14:31 പറയുകയാണ്, അവർ ഒരുമിച്ച് യഹോവയെ ഭയപ്പെട്ടപ്പോൾ അവർ യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്നാണ്. അവിടെ പറയുകയാണ്, അവർ ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ അവർ വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ സന്ദേശത്തിന്റെ വിളംബരം ദൈവഭയമാണ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ദൈവഭയമാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ ഭയങ്ങൾ മാറുന്ന രാത്രിയാണ്. എന്റെ സഹോദരങ്ങളെ, ഞാനിതിന്റെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് വരികയാണ്. താത്താന്റെ ചുമടെന്ത് ചെയ്യണം? ചുമപ്പീൻ. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സന്ദർഭം, ഗതസമനിൽ പിടിക്കപ്പെട്ടവൻ ഗവദ എന്ന പീലാത്തോസിന്റെ കൽത്തളത്തിൽ വന്നിട്ട് 5 കോടതിയിൽ 6 നമ്മുടെ വിസ്തരിക്കപ്പെട്ട് എന്റെ യേശു ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും സംഘത്തിന്റെയും പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും വീണ്ടും പീലാത്തോസിന്റെയും അടുക്കൽ ഇങ്ങനെ 5 കോടതിയിൽ 6 നമ്മുടെ വിസ്തരിക്കപ്പെട്ട് എന്റെ യേശുനാഥനെ പറ്റി പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. യേശു ഒരു ചുമട് ചുമക്കാൻ വേണ്ടി താനൊരു ചുമട് ചുമക്കാൻ വേണ്ടി ക്രൂശ് എന്ന ചുമട് ചുമക്കാൻ പോകുകയാണ്. അക്ഷരീകമായ ഒരു ക്രൂശ് മാത്രമല്ല, മാനവജാതിയുടെ മുഴുവനെയും പാപം അകർത്തിയും അവൻ ചുമക്കാൻ വേണ്ടി പോകുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ രംഗം നമ്മെ ഏറെ വിഷമിപ്പിക്കുന്ന, ഏറെ നമുക്ക് നിരാശയല്ല മറിച്ച് വിജയം നൽകുന്നതാണ് എന്റെ യേശുവിന്റെ ക്രൂശീകരണം എന്നുള്ളത്. ഈ ലോകത്തിൽ പല ആളുകളും യേശുവിന്റെ ക്രൂശീകരണം പരാജയമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരാജയമല്ല. യേശുവിന്റെ ക്രൂശ് ഒരു വിജയമാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടെന്ന്. എന്റെ സഹോദരങ്ങളെ, യേശു ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. ചില ആളുകൾ പറയാറുണ്ട്, യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ച യേശു അല്ല ഞങ്ങളുടെ ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന പലരെയും ഞങ്ങളുടെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ നിലവിളി ഒരു നിസ്സഹായതയുടെ നിലവിളിയല്ല. യേശുവിന്റെ നിലവിളി പരാജയത്തിന്റെ നിലവിളിയല്ല. മാനവജാതിയുടെ പാപം വഹിക്കുന്നത് കൊണ്ട് നിലവിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് പരാജയമല്ല. പിന്നെ എന്താണ് യേശുവിന്റെ നിലവിളിയുടെ പ്രത്യേകത? ക്രൂശിലേക്ക് നോക്കുമ്പോൾ അഭക്തരായ ആളുകൾക്ക് അതൊരു നിലവിളിയായി തോന്നിയേക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഞങ്ങൾ എന്തിനാണ്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ക്രൂശിൽ നിലവിളിച്ച യേശുവിന്റെ പുറകെയാണോ നിങ്ങൾ പോകുന്നത്? തനിക്ക് തന്നെ രക്ഷിക്കാൻ കഴിയാതെ താൻ നിലവിളിയുടെ നിസ്സഹായത ഉയർത്തുമ്പോൾ അവന്റെ മുമ്പിൽ എന്തിനാണ് പ്രണമിക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ല, ഒരു നിലവിളിച്ചൊരു സാധാരണ ഞങ്ങൾ ഈ രാത്രി ഉയർത്തുന്നത്. പിന്നെ യേശു ക്രൂശിൽ കിടന്നപ്പോൾ നടന്ന സംഭവം എന്താണ്? വിശുദ്ധ വേദ പുസ്തകത്തിൽ ലേഖനത്തിൽ പരാമർശിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയെന്ന്. എന്റെ യേശു ക്രൂശിൽ മരിച്ചത് നിലവിളി മാത്രമല്ല, നിലവിളിയുടെ മറുപുറത്ത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ഒരു ജയത്തിന്റെ ഘോഷമാണ് ഉയർന്നതെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തീയ ജീവിതം അതാണ്. ഒരിടത്ത് നിലവിളി ഉയരുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾക്ക് ഒരു ജയമുണ്ട്. അത് ക്രൂശിൽ കൂടി ലഭ്യമായ ജയമാണ്. ഇന്ന് രാത്രി ക്രൂശിന്റെ പ്രത്യേകത ഏതാണ്? പ്രിയനെ, ദൈവമക്കളുടെ പ്രത്യാശയെപ്പറ്റി ഞാനൊരു കാര്യം വിശുദ്ധ ബൈബിളിനെ മുൻനിർത്തി പറയട്ടെ. ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ന്റെ 6-ൽ പറയുകയാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട്
ഞാൻ അവനെ പാട്ടുപാടുമെന്നാണ്. പഴയ നിയമ ഭക്തന്മാരെയൊക്കെ പരിശോധിച്ചാൽ അവരെന്തിനാണ് പാടിയത്, എന്തിനാണ് ആരാധിച്ചത്, എന്തിനാണ് നൃത്തം ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനൊരു കാരണമുണ്ട്. മിരിയാമിനോട് ചോദിക്കും, എന്തിനാ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചത്? മിരിയാം പറയും, ഈ ചെങ്കടൽ കടത്തി ഇവിടെ എത്തിച്ച ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്യാണ്? മഹത്വപ്പെടുത്തുകയാണ്. ദാവീദിനോട് ചോദിക്കേ, എന്തിനാണ് നീ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്? എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇങ്ങനെ മാനിച്ചത് കൊണ്ട് ഞാൻ നൃത്തം ചെയ്യുകയാണ്. പഴയ നിയമ ഭക്തന്മാരിൽ ഭൂരിഭാഗം ആളുകളും നന്മ ചെയ്തത് കൊണ്ടാണ് അവർ പാട്ടുപാടിയത്. അങ്ങനെയാ, യഹോവ എനിക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടുമെന്നാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്ത് നന്മ ചെയ്തിട്ട് പാട്ടുപാടിയെന്ന്. എന്റെ സഹോദരങ്ങളെ, ഈ പുതിയ നിയമ ഭക്തന്മാരുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രത്യാശയൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമുക്ക് മുമ്പിൽ ചോദിച്ചാൽ എന്തിനാണ് പാടുന്ന ആരാധിക്കുന്ന ചോദിച്ചാൽ നമുക്കൊരു നന്മ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അവർക്ക് മുമ്പിൽ പല നന്മകളും പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾ രോഗം ഉള്ളപ്പോഴും അവനെ മഹത്വപ്പെടുന്നത്, ഞങ്ങൾ രോഗം ഉള്ളപ്പോഴും അവനെ ആരാധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രോഗം ഉണ്ടെങ്കിലും ഞങ്ങൾ അവനെ ആരാധിക്കും. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും മാറുമ്പോൾ മാത്രമല്ല അവരെ പാട്ടുപാടുന്നത്. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അവർ പാട്ടുപാടിയത് ചെങ്ങല പൊട്ടിയത് കൊണ്ടല്ല, ചെങ്ങലകളിൽ ധരിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവർ പാട്ടുപാടുകയായിരുന്നു. ആ പാട്ടിന്റെ അവസാനം അവിടെ ചെങ്ങല തകരപ്പെടുകയായിരുന്നു. എന്ന് വെച്ചാൽ അധികം തിന്മയായി ഭവിക്കുമ്പോഴും ഒരു ക്രിസ്തു ഭക്തവന് പാടി അവരെ മഹത്വപ്പെടുത്തും. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ അറിയേണ്ട കാര്യം, നന്മ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, അധികം തിന്മയായി ഭവിക്കുമ്പോഴും അവരെ പാടി സ്തുതിക്കണം. പിന്നെ ഞങ്ങൾക്കൊരു മഹത്വകരമായൊരു നന്മ കിട്ടിയിട്ടുണ്ട്. ആ നന്മ എന്താണ്? യേശുവാണ് ഞങ്ങളുടെ നന്മ. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ഞങ്ങളുടെ ആത്യന്തിക നന്മ എന്നുള്ളത് നമ്മളെപ്പോഴും പലപ്പോഴും ഒരു സൈഡ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ശ്രദ്ധിക്കാറുണ്ട്. സഹോദരങ്ങൾ, ഒരു സൈഡ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇരു ഭാഗവും ശ്രദ്ധിക്കണം. കാക്കയെ പറ്റി ചോദിച്ചാൽ ദൈവമക്കൾ പറയാറുണ്ട്, ഞങ്ങൾ കാക്കയെ പറ്റി പറയാറുണ്ട്. കാക്ക വരുമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരാറുള്ളത് ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊടുത്ത കാക്കയാണ്. നമുക്ക് കാക്ക എന്ന് കേട്ടാൽ ആരാധനാ യോഗങ്ങളിൽ കാക്ക എന്ന് പറഞ്ഞ് നമുക്ക് ഏലിയാവിന്റെ കാക്കയെ പറ്റി മാത്രമേ മനസ്സിൽ വരികയുള്ളൂ. അങ്ങനെ മാത്രമാണോ? അല്ല. സദർശിവാക്യം 30:17 മറ്റൊരു കാക്കയുണ്ട്. എന്താണ്? അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏത് കണ്ണിനെയും തോട്ടരികത്തെ കാക്ക കൊത്തി. ഈ കാക്കയെ പറ്റി ആർക്കെങ്കിലും അറിയാവോ? ഏലിയാവിന് അപ്പം ഇറച്ചിയും കൊണ്ടിരുന്ന കാക്കയെ മാത്രമേ പലർക്കും അറിയത്തുള്ളൂ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കുകയും ചെയ്യാത്തവരുടെ കണ്ണ് കൊത്തിപ്പറിക്കുന്ന ഒരു കാക്കയും ബൈബിളിൽ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഇത് രണ്ടും ഉണ്ട്. ഇനി പറയാം, മീനെ പറ്റി പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? ചതുർദ്രഹ്മ പണം കിട്ടിയ മീനാണ്. നമുക്ക് വരുന്നെല്ലാം നന്മ കിട്ടുന്ന മീൻ മാത്രമേ ഓർമ്മ വരുന്നു. യോനയോട് ചോദിക്കണം മീനെ പറ്റി. യോനയ്ക്ക് ദ്രഹ്മ കിട്ടിയ മീനെയല്ല യോന പറയുന്നത്, എന്നെയും കൂടി എടുത്തോണ്ട് പോയൊരു മീനെ പറ്റിയാണ് യോന പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സൈഡ് മാത്രം ശ്രദ്ധിച്ച് നമുക്ക് ഒരു ആനന്ദം കിട്ടും, മറുഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഒരു ആനന്ദം എത്തില്ല. ഇത് തന്നെ ക്രൂശിലും ഒരു സൈഡിൽ നിലവിളിയാണെങ്കിലും മറുഭാഗത്തൊരു ജയമാണ്. എന്റെ പ്രിയ, ഇതാണ് ക്രിസ്ത്യ യാത്ര. എന്റെ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എന്റെ സഹോദരങ്ങൾ അറിയണം, നിങ്ങൾക്ക് പലതും ഞങ്ങളെ പറ്റി പറയാനുണ്ടായേക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് രോഗമില്ലേ? ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് ഞങ്ങൾക്കൊരു ജയമുണ്ട്. രോഗം ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നുള്ളൂ, ഞങ്ങളുടെ മനസ്സിനെ രോഗം ബാധിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, പ്രശ്നം ഞങ്ങൾക്ക് ജീവിതത്തെ ബാധിക്കുന്നില്ല, ഞങ്ങളുടെ മനസ്സിന് അതൊരു കുലുക്കവും തട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിൽ ആരും ആത്മഹത്യ ചെയ്യാത്തത്. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ലോകജീവിതം അവസാനിപ്പിക്കാത്തത്. കാരണം ഞങ്ങൾക്ക് ഒരാനന്ദം നൽകുന്ന ഒരാത്മനാഥനുണ്ട്. എന്റെ സഹോദരങ്ങളെ, ആ യേശുവിനെ പറ്റി ഒറ്റവാക്കി ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു സംഹരിക്കാം. സമയം ഇങ്ങനെ അതിശീഘ്രം പറയുകയാണ്, ഒത്തിരി പറയാനുണ്ട്, പക്ഷെ എല്ലാം പറയുന്നില്ല. വേഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഈ യേശു താന്താന്റെ ചുമട് ചുമന്നു. ക്രൂശാണ് താൻ ചുമക്കാൻ പോകുന്ന ചുമട്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊരു വിലപ്പെട്ട കാര്യമാണ്. എന്താണ് വിലപ്പെട്ട കാര്യം? ആ ചുമക്കുന്നത് വലിയ ദൗത്യമാണ്. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 5-18 വാക്യം വായിപ്പിച്ചത്. അദ്ദേഹത്തിന് തൊട്ടാൽ ഒത്തിരി കാര്യം പറയേണ്ടി വരും. അവർ ചുമന്നത് ഒരു പക്ഷപാതക്കാരനെയാണ്. എന്താ ലക്ഷ്യം? അവസാനം ആ പക്ഷപാതക്കാരൻ ഒരു സൗഖ്യം, ഒരു വിജയം. ദൗത്യം ചുമന്നാൽ ഒരു ദിവസം ഒരു വിജയമുണ്ട്.
ക്രൂശ് ചുമന്നാൽ ഒരു നിമിഷം ഒരു വിജയമുണ്ട്. ഗബതയിൽ യേശു ക്രൂശ് ചുമന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ചുമന്നില്ല. ഞാൻ അവിടേക്ക് വരാം. അതിന് മുമ്പ് മറ്റൊരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. ദൈവമക്കളുടെ കൂടുതലുകൊണ്ട് ചില ആത്മീക പൊരുൾ തിരിക്കണം. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരാം. ചുമട് ചുമന്ന യേശു കാൽവറി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ട യേശു, ഈ നിഴലും പൊരുളും ഒക്കെ തിരുവചനത്തിന്റെ വെളിച്ചമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചുമട് ചുമക്കുമ്പോൾ യേശു ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെടുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെടുകയായിരുന്നു. ദാനിയേൽ പുസ്തകം 9-26 വാക്യത്തിൽ പറയുകയാണ്, അഭിഷക്തൻ ഛേദിക്കപ്പെടുമെന്നാണ്. ഛേദിക്കപ്പെടണമെങ്കിൽ ഒരു വാൾ എന്താണ്? ആവശ്യമാണ്. ഈ രാജാക്കന്മാരുടെ പുസ്തകം ഒരു വാക്യം നിങ്ങൾ വായിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം വായിച്ച്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 24-ാമത് വേദവാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം. ഒരു വാൾ കൊണ്ടുവരുവീനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ഒരു വാൾ കൊണ്ടുവരുവീനെന്ന് രാജാവ്, അവർ വാള് രാജസന്നിധിയിൽ എന്ത് ചെയ്തു? ഒരു വാളുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഛേദനം എന്ത് ചെയ്യത്തുള്ളൂ? ഖണ്ഡനം നടക്കുകയുള്ളൂ. ദാവീദിന്റെ പുത്രനായ ശലോമോൻ രാജത്വമേറ്റ സമയത്ത് മുമ്പിൽ വന്ന ഏറ്റവും വലിയ അതിഗൗരവമായ വിഷയമാണ്. രണ്ടുപേര് വന്ന് നിൽക്കുകയാണ് തന്റെ രാജസന്നിധിയിൽ. വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കും ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ രാത്രി ഇവിടെ കുഞ്ഞ് മരിച്ചു പോയി. ഇവൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എൻ്റെ വള്ളിലേക്ക് കൊണ്ടുവച്ചു. എൻ്റെ കുഞ്ഞിനെ, ജീവനുള്ള കുഞ്ഞിനെ ഇവളെ കൊണ്ടെത്തിയു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. എന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ഈ ജീവനുള്ളതാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത്. വാദം മുറുകിയപ്പോൾ രാജാവ് പറയുകയാണ്, അതാ വായിച്ചത്, വാൾ എന്ത് ചെയ്യണം? വാൾ കൊണ്ടുവരുവീൻ. എന്തിനു വേണ്ടി? ഒരു പരിഹാരം ആവശ്യമാണ് ഈ വിഷയത്തിന്. എന്ത് പരിഹാരമാണ് ആവശ്യം? അവിടെ നഷ്ടപ്പെട്ട് കിടക്കുന്ന വിഷയം എന്താണ് ചോദിച്ചാൽ, ആ വാള് ദാവീദിന്റെ പുത്രനായ ശലോമോൻ കൊണ്ടുവരാൻ പറഞ്ഞത് രണ്ടുപേരെ മാതൃത്വത്തിന് വേണ്ടി മല്ലടിക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ മാതൃത്വത്തിന് വേണ്ടി രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വാക്കുയുദ്ധങ്ങൾ നടക്കുകയാണ്. ഈ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു വാളാൽ ഒരു ഛേദനം ആവശ്യമാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ വാൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നപ്പോ രാജാവ് പറയുകയാണ്, ഇവരെ രണ്ടായിട്ട് എന്ത് ചെയ്യണം? പിളർക്കണം. പാതി അവൾക്കും പാതി മറ്റവൾക്കും. അപ്പോൾ ഒരു അമ്മ പറയുകയാണ്, വേണ്ട, ആ കുഞ്ഞിനെ കൊല്ലണ്ട, അവൾക്ക് എന്ത് ചെയ്ത്? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇപ്പം ശരിയായ അമ്മ ഇതാണ്, ഈ കുഞ്ഞിനെ അവക്ക് കൊടുപ്പീൻ. എന്ത് ചെയ്തു? ഞാനിത് പറഞ്ഞ ആത്മീക സത്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ദാവീദിന്റെ പുത്രനായ ശലോമോൻ, ശലോമോന്റെ മുമ്പിൽ വന്ന വിഷയം രണ്ട് മാതൃത്വത്തിന് വേണ്ടി പരസ്പര യുദ്ധമാണ്. പക്ഷേ ശലോമോൻ പറയാണ്, വാളാലെ എന്തുള്ളൂ? ഒരു പരിഹാരമുള്ളൂ. എന്തു പരിഹാരം? ഒരു മാതൃത്വം ആ കുഞ്ഞിന് കിട്ടണം. മാതൃത്വത്തിന് വേണ്ടി വാളെടുക്കാൻ പറഞ്ഞു. പക്ഷെ വാളിന്റെ പ്രയോഗം നടത്തേണ്ട കാര്യം വാക്കാൽ പരിഹരിച്ചു ശലോമോൻ. ജഡപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ ശലോമോൻ വാള് സന്നിധിയിൽ കൊണ്ടുവന്നതേയുള്ളൂ. വാൾ അവിടെ പ്രയോഗിച്ചില്ല, പ്രവർത്തിയാൽ നടത്തിയില്ല. മറിച്ച് വാക്കാൽ പരിഹരിച്ച് മാതൃത്വം ഉറപ്പിച്ചു കൊടുത്തു. ഇനി ഞാൻ പറയാം, ആത്മീക പ്രകാശനത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ പുത്രൻ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണ് ഞങ്ങളുടെ നസ്രയനായ യേശു ക്രിസ്തു. ആ യേശുവിനെയും യേശു ക്രിസ്തുവിടെ വന്നത്, താഴലോകത്തിൽ വന്നത് പിതൃത്വം നഷ്ടപ്പെട്ടവന് പിതൃത്വം നൽകാൻ വേണ്ടിയാണ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നൽകാൻ വേണ്ടിയാണ്. പിതൃത്വം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പിശാചൻ തന്റെ സൈനികവ്യൂഹങ്ങൾ ഈ ലോക ജനത മൊത്തം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പാപത്താൽ പിടിച്ചു നിൽക്കുമ്പോൾ
കഴിയുമ്പോൾ ശരിയായ പിതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരുവൻ ഈ മണ്ണിലേക്ക് അവതരിച്ചു. അതിന്റെ യേശുവാണ്. ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രൻ പറയുകയാണ്, വാൾ എന്റെ മേൽ കയറട്ടെ, അഭിഷക്തൻ വാളാൽ ഛേദിക്കപ്പെടുമെന്നുള്ള പ്രവചനത്തിന്റെ സന്ദേശമായി എന്റെ യേശു ക്രൂശിൽ പിളർക്കപ്പെടുന്നു. ഇനി ഒന്നും കൂടി പറയാം, അതൊരു പ്രവചന നിവൃത്തിയും കൂടിയാണ്. സക്കറിയ പ്രവചന പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, വാളെ ഉണരുക, എന്റെ കൂട്ടാളിയായ എന്റെ പുരുഷന്റെ നേരെ എന്ത് ചെയ്യണം? ഉണരണം. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. യേശുക്രിസ്തുവിന്റെ ഗതസമറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മത്തായി സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യം വന്നപ്പോൾ യേശു പറയുകയാണ്, ഈ വാക്യം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും എന്ന് വെച്ചാൽ ഇടയൻ വെട്ടപ്പെടും, ആടുകൾ ചിതറിക്കപ്പെടും. അപ്പോൾ ഒരു വെട്ട് വാളാൻ എന്താണ് ആവശ്യമാണ്? എന്റെ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു വാളാൽ അവൻ ഛേദിക്കപ്പെടുകയാണ്. അത് ജഡപ്രകാരം നോക്കിയാൽ കാണാൻ പറ്റില്ല. ആത്മാവിൽ ദർശിക്കുന്ന ഒരു ദൈവത്തിനറിയാം അവൻ വാളാൽ തകർക്കപ്പെട്ടത്. എന്നെ ഈ പിശാചും സൈനികങ്ങളും ഒക്കെ പിതൃത്വം ചൊല്ലുമ്പോ അവർക്ക് വിട്ടുകൊടുക്കാതെ ജഡപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ ശലോമോൻ വാക്കാലെ പരിഗണിച്ചുള്ളൂ. പക്ഷെ ആത്മപ്രകാരം ജനിച്ച് ദാവീദിന്റെ പുത്രനായ എന്റെ യേശു വാക്കാലല്ല പരിഗണിച്ചത്, മറിച്ച് പ്രവർത്തിയാൽ അവൻ ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ടു. ആ തകരപ്പെട്ട യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അവനെ നാസറേയനായ യേശു ക്രിസ്തു. എന്റെ സഹോദരങ്ങളെ, സമയം ഇങ്ങനെ വേഗത്തിൽ പോകുകയാണ്. അതുകൊണ്ട് എല്ലാ ഭാഗത്തിലേക്ക് ഞാൻ പോകും. ഞാനതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പരിസമാപിക്കാൻ പോകുകയാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ എന്റെ യേശുനാഥൻ കാലൂറിൽ എന്ത് ചെയ്യാണ്? തകർക്കപ്പെടുകയാണ്, വെട്ടേൽക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി? നമുക്ക് ശരിയായ ഒരു പിതൃത്വം നൽകാൻ വേണ്ടി. ഇന്ന് രാത്രി സഹോദരനെ, എന്റെ യേശു തകർക്കപ്പെട്ടത് നിനക്കൊരു പിതൃത്വം നൽകാൻ വേണ്ടിയാണ്, നിനക്കൊരു മാന്യത നൽകാൻ വേണ്ടിയാണ്. പിശാചിന്റെ അടിമത്തത്താൽ താൻ സ്ഥാപിക്കപ്പെട്ട പാവത്താൽ അവൻ പാപം ചെയ്തു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്ന് പിശാചേ മേധാവിത്വം സ്ഥാപിച്ചു നിൽക്കുമ്പോൾ സഹോദരനെ അയച്ച് അവൻ വെട്ടേൽക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി സഹോദരനെ യേശു വെട്ടേൽക്കപ്പെട്ടത് നിനക്കും വേണ്ടിയാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ആ യേശുവിനെ ഇന്ന് രാത്രി നിന്റെ ഉള്ളത്തിൽ നീ സ്വീകരിക്കണോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത് പറഞ്ഞ് ഞാൻ എൻ്റെ പരിസമാപനത്തിലേക്ക് വരികയാണ്. താൻ താൻ്റെ ചുമട് ചുമക്കാൻ വേണ്ടി അവൻ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി വെട്ടേൽക്കപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തെ പറ്റി വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വന്നു നാഥാൻ പ്രവാചകൻ എന്ന ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകനെ പറ്റി നമ്മുടെ മനസ്സിൽ വരുന്നത്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, ദാവീദിനോട് ഒരു സംഭവം പറയുകയാണ്. ഒരു ധനവാനും ദരിദ്രനും ഉണ്ട്. ധനവാന് കുറെ ആടുകളുണ്ട്, ദരിദ്രന് ഒരു പെൺകുഞ്ഞാടെ പെണ്ണാടേ ഉള്ളൂ. അപ്പോൾ ഒരു വഴിയാത്രക്കാരൻ വന്നപ്പോ ഈ ധനവാൻ ദരിദ്രനായവന്റെ ആ ഒരു പെൺകുഞ്ഞാടിനെ എടുത്തിട്ട് ഇത് പാകം ചെയ്യാൻ ആ വഴിയാത്രക്കാരന് ഇത് കേട്ടപ്പോഴും ദാവീദ് ചാടി എടുത്തിട്ട് പറയുകയാണ്, യഹോവയാണ് ആ മനുഷ്യൻ മരണയോഗ്യൻ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം ഞാനോട് പറഞ്ഞത് യഹോവയാണ് ആ മനുഷ്യൻ മരണയോഗ്യനാണ്. ഇന്ന് രാത്രി ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ദാവീദ് മരണയോഗ്യനായിരുന്നു. കാരണം പാപത്തിന്റെ ശമ്പളം മരണവസ്ത്രയാകിയാൽ പാപത്താൽ നാമെല്ലാം മരണയോഗ്യനാണ്. അപ്പോൾ നാഥൻ പ്രവാചക ശബ്ദത്തിൽ ദാവീദിനോട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. 7-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, അവൻ യഹോവയുടെ കൽപ്പന ലംഘിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 13-ാം വാക്യത്തിൽ പറയുകയാണ്, ദാവീദ് തന്നെ സമർപ്പിക്കുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നഷ്ടപ്പെട്ടു, ഒരു കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചു. തന്റെ കുഞ്ഞ് മരിച്ചു. മരിച്ച ശേഷം ഭൃത്യന്മാരുടെ കൂടി ദാവീദിനോട് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചുപോയി. ആ സന്ദർഭമൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ കരയോ വിലപിക്കുകയോ ഒന്നും ആര് ചെയ്യുന്നില്ല? ദാവീദ് ചെയ്യുന്നില്ല. ഭൃത്യന്മാരോട് കൂടിയിട്ട് പറയുകയാണ്, കുഞ്ഞ് മരിച്ചുപോയി, എന്താ നീ കരയാത്തത് വിലപിക്കാത്തതൊക്കെ? അപ്പോൾ ദാവീദ് പറഞ്ഞൊരു സന്ദർഭമാണ്, ഇനി എന്റെ കുഞ്ഞെന്ത് ചെയ്യത്തില്ല,
എൻ്റെ അടുക്കലേക്ക് എനിക്ക് മടങ്ങി വരുമോ? ഇല്ല. ഇനി അവൻ എൻ്റെ അടുക്കലേക്ക് വരില്ല, ഞാൻ ഇനി അവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും? പോകുന്നുണ്ടാകും. ജഡപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ ആ കൊച്ചു കുഞ്ഞ് മരിച്ചത്, ആ കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ആ കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്തോ മരിക്കാൻ? ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ല. പിന്നെ ആര് തെറ്റ് ചെയ്തതുകൊണ്ട്? ദാവീദ് അപ്പം തെറ്റ് ചെയ്തതുകൊണ്ട് കുഞ്ഞ് മരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, മാനവിക സമൂഹം മുഴുവനും ഒറ്റ മനുഷ്യൻ പാപം ചെയ്തതിന്റെ പരിണതഫലമായി എല്ലാവരും മരിക്കേണ്ടതായിരുന്നു. മാനവജാതി മുഴുവനും ഈ മരണം മാത്രമല്ല, നിത്യാഗ്നി എന്ന നിത്യമരണം കൊണ്ട് എല്ലാവരും മരിക്കേണ്ടതാണ്. പക്ഷേ നാം മരിക്കേണ്ടതിന് പകരം ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ എന്റെ യേശു ഒരു തെറ്റ് ചെയ്തിട്ടല്ല അവൻ മരിക്കുന്നത്. പാപത്തിന്റെ ഒരു ചേരും പറ്റാത്തവൻ, പാപമെന്തെന്നറിയാത്തവൻ, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്ന് ചോദ്യം ഉന്നയിച്ചവൻ എന്റെ യേശു ജഡപ്രകാരം ജനിച്ച ദാവീദിന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്തതുപോലെ ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ എന്റെ യേശു ഒരു തെറ്റും ചെയ്തില്ല. പക്ഷെ അവൻ കാൽവറിയിൽ വെട്ടേക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. നാം ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ വെട്ടേൽക്കപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ദാവീദ് പറഞ്ഞൊരു സന്ദർഭമുണ്ട്, ഇനി ആ കുഞ്ഞ് മടങ്ങി വരികയില്ല, ഞാൻ അവനെ അവിടെ ചെന്ന് എന്ത് ചെയ്യും? കാണും. പക്ഷെ ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ എന്റെ യേശു പറഞ്ഞത് ഞാൻ മടങ്ങി വരില്ലെന്നല്ല, ഞാൻ മടങ്ങി വരുമെന്നാണ്. ജഡപ്രകാരം ജനിച്ച ദാവീദിന്റെ കുഞ്ഞ് മരിച്ച് മൺമറഞ്ഞ് ഇനി തിരികെ മടങ്ങി വരാതിരിക്കുമ്പോൾ ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ യേശു മരിച്ചിരുന്നു. സ്വർലോകത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുമ്പോൾ ആ നാളൻ പറയുകയാണ്, ഞാൻ മടങ്ങി വരും. നിങ്ങളുടെ ഹൃദയം കലകി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ആ ദാവീദിന്റെ പുത്രനായ യേശു താമസം പിന്നെ മടങ്ങി വരും. എന്റെ സഹോദരരെ, ഈ ശബ്ദവലി കേൾക്കുന്ന സഹോദരരെ, ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രനായ യേശു താമസം പിന്നെ പുനരാഗമിക്കാൻ പോകുകയാണ്. കാലം അതിനു വേണ്ടി വിളിച്ചോടുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക്, യുഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. എന്റെ സഹോദരരെ, അങ്ങനെയെങ്കിൽ ആത്മപ്രകാരം ജനിച്ച ദാവീദിന്റെ പുത്രൻ മടങ്ങി വരാൻ സമയമായി. എന്റെ പ്രിയർ, ഒരു കാര്യം അറിയണം, താന്റെ ചുമട് നാം എന്ത് ചെയ്യണം? ചുമക്കേണ്ടത് ആവശ്യമാണ്. നാമും ആ ക്രൂശ് എന്ത് ചെയ്യണം? ചുമക്കണം. യേശു ചുമന്നെങ്കിൽ നാമും അവൻ എന്ത് ചെയ്യണം? അനുഗമിക്കണം. അതാണ് സുവിശേഷ ഭാഗത്ത് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ താൻ ത്യജിച്ച് തന്റെ ക്രൂശിനെ തന്നെ അനുഗമിക്കട്ടെ എന്ന്. നാമും ആ ക്രൂശ് ചുമക്കണം കേട്ടോ. ആ യേശു എന്ന സുവിശേഷം എന്ന ദൗത്യം നാം ചുമക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, യേശു ക്രൂശ് ചുമന്നത് എന്നും ചുമക്കണ്ട, എന്നും ദൗത്യം ചുമക്കണ്ട. കാരണം ഗബതയിൽ വെച്ച് യേശുവിന്റെ ചുമലിൽ ആ ക്രൂശ് ചുമന്നു. പക്ഷെ ഗോൽഗോത്തായുടെ കുലക്കളത്തിൽ വന്നപ്പോൾ ഈ ക്രൂശ് യേശുവിനെ എന്ത് ചെയ്യുക? ചുമക്കുക. പത്രോസിന് 1 ലേഖനം 2-24 വാക്യത്തിൽ എങ്ങനെ പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ, അല്ലാതെ ക്രൂശ് കയറിയെന്നാണോ ക്രൂശിന്മേൽ കയറിയതാണോ? ക്രൂശിന്മേൽ ആര് കയറി? ഈ ഗബത മുതൽ ഗോൽഗോത്ത വരെ യേശുവിന്റെ ചുമലിലായിരുന്നു ക്രൂശ്. പക്ഷേ ഗോൽഗോത്തയിൽ വെച്ച് ക്രൂശ് ആരെ പിന്നെ ചുമക്കുക? യേശുവിനെ. ഞാൻ ആത്മീക ആലോചന നിങ്ങളോട് പറയാം. നാം ചുമക്കുന്ന ദൗത്യം എന്നും ചുമക്കേണ്ട കാര്യമില്ല. നിശ്ചിത ടൈം നമുക്ക് വെച്ചിട്ടുണ്ട്. നാം ഇന്ന് ചുമക്കുന്ന വേദപുസ്തകം ഇന്ന് ധൈര്യത്തോടെ ചുമന്നാൽ ലോകത്തിൽ നമ്മൾ എന്തിനെ ചുമന്നാലും ഇവിടം കൊണ്ട് നമ്മളിൽ കൈപ്പിടിയിൽ വിട്ടിട്ട് പോകും. പക്ഷേ ഈ പുസ്തകവും ഈ പുസ്തകത്തിന്റെ കാതനായകനാകുന്ന യേശുവിനെ ശിരസ്സ ചുമക്കുന്നവരെ ഈ ദൗത്യം ഇന്ന് ചുമന്നാൽ നാളെ ഈ ദൗത്യം നിന്നെ ചുമക്കും. ക്രൂശ് എന്നും യേശു ചുമന്നില്ല. നിശ്ചിത ടൈം കഴിയപ്പോൾ ക്രൂശ് യേശുവിനെ ചുമന്നതുപോലെ ഒരു ദിവസം ഈ ദൗത്യം ചുമന്നാൽ ഈ ദൗത്യം നമ്മെ ചുമക്കും ഒരു ദിവസമുണ്ട്. ഇനി ഞാൻ ആത്മീക ദർശനം കൂടി പറയാം. 17-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ ദൗത്യം ചുമക്കുന്നവർ ഒരു നിമിഷം അവനെ കണ്ട് തൃപ്തി
തൃപ്തനാകുന്ന ദിവസമുണ്ട്. നമ്മൾ ഉണരുന്ന ഒരു ദിവസമുണ്ട്. സഹോദരാ, ഇന്ന് രാത്രിയായി നാളെ നീ ഉണർന്നാൽ നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും മക്കളെയും തന്നെ നീ കാണത്തുള്ളൂ. അല്ലെങ്കിൽ നീ മരിച്ച് മൺമറഞ്ഞ് വിദ്യാർത്ഥിക്ക് വിധേയമായി തീരും. പക്ഷെ ഈ ക്രൂശ് എന്ന ദൗത്യം ചുമന്ന ദൈവങ്ങൾ ദൗത്യം അവസാനിക്കുമ്പോൾ താമസമില്ല കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാതലത്തോടും കൂടി വരുമ്പോൾ ഞങ്ങൾ ഒരു നിമിഷം ഉണരും. അന്ന് അവന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇവിടെ തൃപ്തി തരുത്താൻ സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല. നിന്റെ പണത്തിന് നിനക്ക് തൃപ്തി തരാൻ കഴിയത്തില്ല. നിന്റെ പ്രതാപത്തിന് തൃപ്തി തരാൻ കഴിയത്തില്ല. യേശുവിനെ കണ്ടാലേ നീ തൃപ്തനാകൂ. ലോകത്തിൽ തൃപ്തനാകാൻ, തൃപ്തിപ്പെടാൻ ഒരു വഴി യേശുവിനെ കാണോ. അത് ഇന്ന് നീ ഹൃദയമായി അവനെ കണ്ടാൽ താമസമില്ല, അവനെ നേരിൽ കാണൂ. അന്യന്റെ കണ്ണുകണ്ടല്ല. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ദേഹസഹിതനായി അന്യന്റെ കണ്ണുകണ്ടല്ല, സ്വന്തം കണ്ണുകണ്ട് അവനെ കണ്ട് തൃപ്തനാണ്. ഇനി മറ്റൊരു മർമ്മം കൂടി ഞാൻ പറയാം. യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പ്രവചന ദൂതാണ്. 53:11 യേശുവിനെ പറ്റി പറയുകയാണ്, അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. ആര്? യേശു ക്രൂശിലാണ് ദൗത്യം ചുമത്തപ്പോൾ, ക്രൂശിൽ നമുക്ക് വേണ്ടി തകരപ്പെട്ടപ്പോൾ, ഏകജാതനായി അവൻ ആദിജാതനായി ക്രൂശിൽ മാറുമ്പോൾ, അവൻ തകരപ്പെട്ടപ്പോൾ ആ പ്രയത്നത്താൽ ക്രൂശിൽ വെട്ടേറ്റത് ഒരു പ്രയത്നമാണ്. ആ വെട്ടപ്പെടലിൽ ഉത്ഭവിക്കപ്പെട്ട ജനമാണ് ദൈവസഭ. അതവന്റെ പ്രയത്ന ഫലമാണ്. ആ സഭയെ കണ്ട് യേശു തൃപ്തനാകുമെന്ന് അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. ഇനി ഞാൻ ആത്മീയത പറയാം, അവൻ നമ്മെ കണ്ടു, നാം അവനെ കണ്ടു തൃപ്തനാകുന്ന നിമിഷമാണ് യേശുവിന്റെ പുനരാഗമനം. അവൻ നമ്മെ കണ്ടു, നാം അവനെ കണ്ടു. ഒരു നിമിഷം എഴുന്നേക്കാം എല്ലാവരും. അതാത് സ്ഥാനത്ത് അവൻ നമ്മെ കണ്ടു, നാം അവനെ കണ്ടു തൃപ്തനാകുന്ന ദിവസം അത് യേശുവിന്റെ മടങ്ങി വരവോ. തൃപ്തി നീ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത് രക്ഷാ ദിവസം. മരണം നിന്റെ മുഖത്ത് തപ്പുന്നതിന് മുമ്പ് അവനെ രക്ഷകനായി സ്വീകരിക്കുക. അവനെ സ്വീകരിച്ചാൽ നീ തൃപ്തനാകും. കേട്ടോ, ഒരു ദിവസം ഇന്ന് നീ തൃപ്തിപ്പെടില്ല. നീ തൃപ്തനാകും അവനെ കണ്ട്. അവൻ നിന്നെ കണ്ട് തൃപ്തനാകും. നാം അവനെ കണ്ടു, അവൻ നമ്മെ കണ്ട് തൃപ്തനാകുന്ന ദിവസം അത് യേശുവിന്റെ മടങ്ങി വരുവാണ്.